പക്ഷെ വളരെ കംഫർട്ടായിട്ടുള്ള വളരെ സൗകര്യപൂർവമായ ഒരു സോണിൽ പ്രവർത്തിക്കാവുന്ന ഒരു 23 വയസ്സുകാരി നമ്മുടെ കേരള സർവകലാശാലയുടെയും ആരോഗ്യ സർവകലാശാലയുടെയും VC ശ്രീ മോഹൻ കുന്നമ്മൽ അദ്ദേഹത്തിൻ്റെ പുത്രി AMCയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിങ്ങിന് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തപ്പോൾ അവർ ചൂസ് ചെയ്തത് സിയാച്ചിനിൽ പോയി ഞാൻ സേവനമനുഷ്ഠിക്കും. സിയാച്ചിൻ്റെ ദുർഘടം എന്ന് പറഞ്ഞാൽ പോരാ, അതിന് വാക്കില്ല അവിടുത്തെ ഒരവസ്ഥയെ വർണ്ണിക്കാൻ. വർണ്ണന എന്ന് മാത്രമേ ഞാൻ പറയൂ, കാരണം നമ്മുടെ ഹൃദയമാണ് സിയാച്ചിൻ, നമ്മുടെ ഏറ്റവും വലിയ ഒരു കവച പ്രദേശം സിയാച്ചിൻ. അവിടെ പോരാട്ടത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന, സംരക്ഷിക്കാനായിട്ടുള്ള പോരാട്ടം, അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന പട്ടാളക്കാർക്ക് ഒരു ചെറിയ ക്ഷതമേറ്റാൽ അതിന് ഒരു ലേപനം എന്ന നിലയ്ക്കെങ്കിലും ഒന്ന് പുരട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് വരുന്ന ചെറുപ്പക്കാരുടെ നാടാണ് കേരളം. പട്ടാളത്തിലേക്ക് ചേരാൻ പോയി ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു എണ്ണം നിങ്ങൾ നോക്കണം. കിട്ടാതെ വരുമ്പോൾ അത് അവരുടെ ഹതഭാഗ്യരാണ് എന്ന് പറഞ്ഞ് വിഷമത്തോടെ വരുന്നവരാണ്. അങ്ങനൊരു വികാരം രാജ്യത്തിനോടുണ്ടെങ്കിൽ പോലും പോരാട്ടം കഴിഞ്ഞ് ഒരുപക്ഷെ ഇവരുടെയൊക്കെ ഒരു റിട്ടയർമെന്റ് ഏജ് എന്നൊക്കെ പറയുന്നത് മിക്കവാറും 41 വയസ്സ് 45 വയസ്സൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഇനി പട്ടാളക്കാരനല്ല എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവരോട് കാട്ടുന്ന അതിക്രൂരമായ നിഷ്ഠുരമായ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ടുള്ളത് സത്യത്തിൽ കേരളമാണ്. അപ്പൊ അങ്ങനെ ഒരു തലമുറ ഉണ്ടായിപ്പോയി. ആ തലമുറയെ നമുക്ക് തിരുത്താൻ സാധിക്കില്ല. പക്ഷെ ആ തലമുറയുടെ തന്നെ തൊട്ട് പിൻതലമുറക്കാർ ഇതുപോലെയുള്ള വൈകാരിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അവരെ ദേശീയതയുടെ ശുദ്ധതയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കാനുള്ള അന്തരീക്ഷം ഒരുക്കും. അങ്ങനെ ഒരു പുതിയ തലമുറയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. നമ്മൾ ഈ പറയുന്ന കാർഗിലിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് മൈൽ ദൂരെയാണ്. എന്ത് യുദ്ധം വന്നാലും നമുക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ധാരണയുണ്ട്. അവിടെ ഒരു ബോംബ് പൊട്ടി ഒരു കെട്ടിടം തകർന്നു വീണാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എത്രമാത്രം അത് പിന്നോട്ടടിക്കും, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ അത് എത്രമാത്രം പിന്നോട്ടടിക്കും. പിന്നീട് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു ധനസമാഹരണം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ആ ബോംബിന്റെ ഒരു ചീള് വന്ന് നമ്മളെ കുത്തി മുറിവേൽപ്പിക്കുന്നില്ല, ചോരയൊലിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മൾ വളരെ ദൂരെ. പക്ഷെ അതും ദൂരമാണെന്ന് പറയാനൊക്കത്തില്ല.